കുരിശുകൾ ആരും അറിയാതെ സഹിക്കുക. അതിൻ്റെ കഠിനവത നിനക്ക് മാത്രം അറിയപ്പെട്ടതായിരിക്കട്ടെ. നിന്റെ കർണപുടങ്ങളിൽ അതൊരു സംഗീതമായിരിക്കട്ടെ. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയുടെ ഈടുറ്റ വാക്കുകളാണിത്. അതെ, മദർ മേരി കല്ലറയ്ക്കലിൻ്റെ 40ാം സ്വർഗപ്രവേശനത്തിൻ്റെ ദീപ്തസ്മരണ ആചരിക്കുന്ന ഈ പുണ്യദിനത്തിൽ അമ്മയുടെ സഹന ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. എൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കും. വിത്ത് നഷ്ടമാകുമ്പോൾ ചെടിയുണ്ടാകുന്നു. സുവിശേഷത്തിലെ നിയമമാണിത്. പൂർണ്ണമായി സ്വയം ഇല്ലാതാകുന്നവനാണ് യഥാർത്ഥ ജീവൻ കിട്ടുക. ത്യജിക്കലാണ്, ഭുജിക്കലല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ പാത. കുരിശിൻ്റെ വഴിയിലൂടെ ദൈവവുമായും സഹോദരങ്ങളുമായും സഹത്വത്തിൻ്റെ പാതയിൽ എത്തിയ വ്യക്തിയാണ് മദർ മേരി. ക്രൂശിതനായ യേശുവിൻ്റെ പ്രേയസിയായ മദർ തൻ്റെ യൗവനാരംഭം മുതൽ ഓരോ രോഗങ്ങൾക്ക് വിധേയായിരുന്നു. അവയെല്ലാം തൻ്റെ ദിവ്യ മണവാളനോട് സാദൃശ്യം പ്രാപിക്കാനുള്ള കുറുക്കു വഴികളായി ആ അമ്മ കണ്ടു. ക്രൂശിതൻ്റെ ജീവിതം തന്നിൽ ഏറ്റുവാങ്ങി ക്രൂശുപാതയിലൂടെ ശങ്കയില്ലാതെ തൻ്റെ ജീവിതം ഹോമിച്ചു. സഹനങ്ങളെ, കുരിശുകളെ സംഗീതം പോലെ ആസ്വദിച്ച മദർ അനുദിന കുരിശുകൾ ഹൃദയ ആനന്ദത്തോടെ ഏറ്റുവാങ്ങുവാൻ സഹോദരിമാർക്ക് അതിശക്തമായ ഉൾപ്രേരണയാണ് നൽകിയത്. അതെ, തൻ്റെ ആത്മീയ മക്കളും കുരിശുപാതയിലൂടെ, പരിഹാര ജീവിതത്തിലൂടെ, സഹന വഴികളിലൂടെ ചരിക്കണമെന്നതിന് അമ്മയുടെ ജീവിതം മാതൃകയേകി. മാനുഷികമായി നോക്കിയാൽ സഹനം വേദനാജനകമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തിൽ നിന്നും ശക്തി സംഭരിച്ച മദറിന് കുരിശുകൾ കർണപുടങ്ങളിലെ സംഗീതമായി ആസ്വദിക്കുവാൻ സാധിച്ചു. മദർ മേരി കുലീനമായ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു. സ്വന്തം കുടുംബത്തെയും ബന്ധുജനങ്ങളെയും അനുകൂല സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് വലിയ മദർ ആത്മീയമായും ഭൗതികമായും പിന്നോക്കം നിന്ന മാർത്താണ്ഡം പ്രദേശത്തേക്ക് വന്നു. 50 വർഷത്തോളം സുവിശേഷ ദാരിദ്ര്യത്തിൻ്റെ പരിപൂർണ മാതൃക കാണിച്ചുകൊണ്ട് ജീവിച്ചു. അമ്മയെന്ന ഗോതമ്പ് മണി മാർത്താണ്ഡത്ത് പതിച്ചു, മുളച്ചു. കടുകുമണിയെപ്പറ്റി പറയുന്നത് പോലെ അത് വളർന്ന് നാനാഭാഗങ്ങളിലേക്കും ശാഖകൾ വീശി. അന്യരാജ്യങ്ങളിലും ആളുകൾക്ക് ആശ്വാസം വിതറി. പ്രത്യേക മാനുഷിക സിദ്ധികളൊന്നും കാര്യമായി അവകാശപ്പെടാനില്ലാത്ത വിശുദ്ധിയുടെ പ്രകാശകിരണങ്ങളാൽ സ്ഫുടം ചെയ്യപ്പെട്ട വിനീത ജീവിതത്തിൻ്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട വല്യമദർ. അന്ധകാരത്തിൽ അണ്ടരുന്ന മാർത്താണ്ഡൻ ജനതയ്ക്ക് പ്രകാശത്തിൻ്റെ അതിനാഥനായ തമ്പുരാന്റെ കാരുണ്യത്തിൻ്റെ കിരണങ്ങൾ, വിശ്വാസത്തിൻ്റെ തിരുവട്ടം തെളിച്ച ഒരു മൺചിരാകാണ് മദർ മേരി. അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെട്ട കനകത്തെ എന്നോണം കാലത്തിൻ്റെ തികവിൽ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കരുതലിൽ കാരുണ്യവും അനുഭവിച്ച ഏലിയാമ്മ എന്ന ഒരു സാധാരണ പെൺകുട്ടിയിൽ അസാധാരണ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള അഭിഷേക തൈലം പകർന്നു നൽകപ്പെട്ടു. തമിഴകത്തിൻ്റെ ചൂടും ചൂരുമറിഞ്ഞ് അവളുടെ നൊമ്പരങ്ങളൊക്കെ ചങ്കിലേറ്റി ഒരായുസ് മുഴുവൻ വ്യയം ചെയ്ത മദർ മേരിയെ മാർത്താണ്ഡത്തിൻ്റെ അമ്മയായി, പെരിയ തായിയായി കാലം കിരീടമണിയിച്ചു എന്നതാണ് സത്യം. കാരണം ഒന്നുമല്ല, കരയുന്നവൻ്റെ കണ്ണീരിനു മുമ്പിൽ കണ്ണീരൊപ്പുന്ന ഒരു അമ്മ മനസ്സോടെ, അന്നത്തിനായും അറിവിനായും വിശന്നു വലഞ്ഞവൻ്റെ മുമ്പിൽ അപ്പമായും അക്ഷരമായും വന്ന് വിശപ്പ് തീർത്തു കൊടുക്കുന്ന മാതൃഭാവം. അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഈറ്റില്ലമായിരുന്ന ഇടങ്ങളിലെ കോട്ടകൾ തച്ചുടച്ച് ദൈവവിശ്വാസത്തിൻ്റെ അണയാത്ത വെളിച്ചം പകരാൻ സുവിശേഷ വചനങ്ങളും ക്രിസ്തീയ ജീവിത രീതികളും പറഞ്ഞു പഠിപ്പിക്കുമ്പോഴൊക്കെ ഒരു പ്രവാചകിയായി. രോഗികൾക്ക് ആശ്വാസവും അശരണർക്ക് അർഹിക്കുന്ന സഹായഹസ്തവുമായി നടന്നു നീങ്ങിയ ഈ അമ്മയുടെ പാദസ്പർശമേൽക്കാത്ത ഒരു വീടോ ഒരു മണത്തെരി പോലുമോ മാർത്താണ്ഡത്തോ സമീപ പ്രദേശങ്ങളിലോ ഉണ്ടാവുകയില്ല. വല്യമദർ ദൈവസ്നേഹമാകുന്ന ചരടിൽ സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും സുരഭില പുഷ്പങ്ങൾ കോർത്തിണക്കിയ ഒരു പുണ്യഹാരമായിരുന്നു മദറിൻ്റെ ജീവിതം. വല്യമദർ എന്ന മാതൃസ്നേഹത്തിൻ്റെ മുകളിൽ പണിതുയർത്തിയ മേരി മക്കളുടെ ആലയത്തിന് ഒരിക്കലും വിങ്ങലുകളോ വിള്ളലുകളോ സംഭവിക്കാതിരിക്കാൻ ആ അമ്മ പറഞ്ഞു പഠിപ്പിച്ചു. സ്വയം ഇല്ലായ്മയാക്കിയ വല്യമദറിൻ്റെ ജീവിതം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് കുരിശോളം താഴ്ന്ന ക്രിസ്തുവിൻ്റെ ജീവിതം അനുകരിക്കലാണ്.
പരിപൂർണതയിലേക്കുള്ള സന്യാസ ജീവിതം ആനന്ദകരമാക്കുവാനുള്ള എളുപ്പമാർഗം സ്വയം മറക്കുക എന്നതാണെന്ന് മദറിൻ്റെ ജീവിതം സാക്ഷിക്കുന്നു. മാതാവിൻ്റെ സാന്നിധ്യം വല്യ മദറിൻ്റെ ജീവിതത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു തീകോളമായിരുന്നു. ജ്വലിച്ചാൽ മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ സാധിക്കൂ. വല്യ മദറിൻ്റെ ജീവിതത്തിൻ്റെ ഇതളുകൾ വിരിയുമ്പോൾ തിളക്കമാർന്ന ഒരു ധന്യ വ്യക്തിത്വമാണ് എന്നും ആരുടെയും കൺമുമ്പിൽ തെളിഞ്ഞു വരിക. അവസാനമായി, പ്രിയ മേരി മകളെ, സഹോദരിമാരെ, ഏത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടാലും കണ്ണിനു മുമ്പിൽ മാറാല പിടിക്കാതെ ആ രൂപം ഉണ്ടാകണം. ഒരു കൈയിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മിനുസമാർന്ന ജപമാലയും മറുകൈയിൽ കത്തിജ്വലിക്കുന്ന റാന്തൽ വിളക്കും തെളിച്ചുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ ദാഹം ശമിപ്പിക്കാൻ, അതെ, ആത്മാക്കളെ നേടുവാൻ സുവിശേഷം പ്രഘോഷിച്ച ആ അമ്മയുടെ തേജസ്സാർന്ന പൊന്മുഖം, ആ പാവനാത്മാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആ പുണ്യാത്മാവിന് 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി.